കോവിഡ് കാലഘട്ടത്തെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് മൊബൈൽ ഫോൺ വഴി കുട്ടികളുടെ പഠന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തൊഴിൽ മേഖലകൾ, കച്ചവടങ്ങൾ, സാമ്പത്തിക ഇടപാടുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. പക്ഷേ കോവിഡ്-19 കാലഘട്ടം കഴിഞ്ഞു, ലോക്ക്ഡൗൺ കഴിഞ്ഞു, ഇത്രയും നാളുകൾ പിന്നിട്ടതിന് ശേഷം ഇന്നും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് മൊബൈൽ ഫോണുകൾ തന്നെയായി നിലനിൽക്കുകയാണ്. അധ്യാപകരുടെ കാര്യങ്ങളാണെങ്കിലും അതല്ലാതെ ഉള്ള ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും കൂടുതലും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഗൂഗിൾ മീറ്റ് വഴിയും അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഒക്കെ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ബിസിനസ് കാര്യങ്ങൾ മാത്രമല്ല, അത് സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ പോലും നമ്മൾ കൂടുതലും ഗൂഗിളിനെ ആശ്രയിച്ചാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന് മാറ്റം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്കിത് വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ഒക്കുന്ന ഒരു മേഖലയാണെന്ന് സമൂഹം കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വേഗത്തിൽ, എന്നാൽ വളരെ ലളിതമായി, സാമ്പത്തികമായി വളരെ ചിലവില്ലാതെ കൈകാര്യം ചെയ്യുന്ന, സമയത്തിൻ്റെ ചിലവുകളില്ലാതെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മുടെ സമൂഹം ഇതിനെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരുപാട് ഗുണകരമാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ നൈപുണ്യങ്ങൾക്ക് പലപ്പോഴും പ്രാധാന്യം കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു പ്രശ്നം നമ്മളുണ്ട്. സാങ്കേതിക വിദ്യകൾ നമുക്ക് വേഗതകൾ കൂട്ടുമെങ്കിൽ പോലും സാങ്കേതിക വിദ്യകളിലൂടെ നമ്മുടെ സ്കിൽസിന്, നൈപുണ്യങ്ങൾക്ക് പലപ്പോഴും വളരെ പിന്നോക്കം സഞ്ചരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ വായനാശീലം വായനാശീലം തുടരേണ്ട കുട്ടികൾ, അവർ ഈ 5 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് വായനയിൽ വളരെയധികം വളർച്ച ഉണ്ടായിട്ടില്ല. അവരുടെ ഭാഷാ ശൈലിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. നോർമലായി സംഭവിക്കേണ്ട മാറ്റങ്ങൾ അവരിൽ സംഭവിക്കാതെ പോകുന്ന ഒരു പരിമിതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിൽ വായനാശീലം വളരെയധികം വളർത്തേണ്ടത് ആവശ്യമാണ്. അവർ പഠിക്കാനായിട്ട് വീഡിയോകൾ കാണുക, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫോണിലൂടെ കേൾക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ അവർക്ക് പഠിക്കാൻ കഴിയും. എങ്കിൽ പോലും ഈ വായിക്കുന്നതിനൊരു സ്ട്രെയിനുണ്ട്. അതിനകത്ത് വളരെയധികം ബ്രെയിൻ ഉപയോഗിക്കുന്നുണ്ട്. വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അത് ഭാവനയിൽ കാണുക, അത് റെക്കോർഡ് ചെയ്ത് വെക്കുക, അതൊക്കെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ളൊരു വളർച്ച കുട്ടികൾക്ക് ആവശ്യമാണ് എന്നത് നമ്മൾ മറന്നു കളയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ വായിക്കുന്നതിൽ വളരെയധികം താല്പര്യമുള്ളവരായിട്ട് മാറേണ്ടതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ലോക്ക്ഡൗണിന് മുമ്പ് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ കഴിഞ്ഞ സമയത്ത് കേൾക്കാനുള്ള കാര്യങ്ങളിലായി കൂടുതൽ സമയം നമ്മൾ ഫോണിനകത്ത് ചിലവഴിച്ച് പിന്നീട് ഫോണിലൂടെ തന്നെ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും കഴിയുന്ന തരത്തിലുള്ള സാഹചര്യത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് തന്നെ വായനാശീലം എന്നിൽ നിന്നും ഒരുപാട് അകന്നിട്ടുണ്ടെങ്കിലും വായിക്കാറുണ്ട്. കൂടുതൽ സമയം കണ്ടെത്താറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വായനാശീലം വളരെയധികം അന്യമായി, പുസ്തകത്താളിൽ നിന്നും ഒരു ജനറേഷൻ അകന്നു പോകുന്നു എന്നുള്ളത് വളരെ നിരാശാകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇനി അടുത്ത തലമുറയ്ക്ക്, ഈ ജനറേഷന് അവർക്ക് പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള വഴി ഒരുക്കേണ്ടത് അച്ഛനമ്മമാരായ ആളുകളുടെ കടമയാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാഷാ ശൈലി ഉണ്ടാകണം, നല്ല എഴുതുന്ന ശീലം ഉണ്ടാകണം, നന്നായിട്ട് വായിക്കുന്ന ശീലം ഉണ്ടാകണം. വായനയിൽ കൂടെ അല്ലെങ്കിൽ എഴുത്തിൽ കൂടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിലവാരം അവർക്ക് വളർത്തിയെടുക്കേണ്ടത് അച്ഛനമ്മമാരുടെ കടമയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് കുട്ടികൾ വായനയിലേക്ക് തിരിച്ചു വരാൻ അവരെ പുസ്തകങ്ങളുടെ ഇടയിലേക്ക് വരെ കൊണ്ടുപോകാം, പുസ്തകത്താളുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഈ പുസ്തക മേളകളൊക്കെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളുകൾ ഒരുപാടുണ്ട്, അവിടെയൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് പോകണം, കുട്ടികളെ കൊണ്ടുപോകാം. അവരെയൊക്കെ പുസ്തകത്തിനിടയിലൂടെ നടക്കാൻ അനുവദിക്കുക. അവരതിലൂടെ വായിക്കണം, പുസ്തകങ്ങൾ കാണണം, പുസ്തകങ്ങൾ അറിയണം, പുസ്തകങ്ങളെ സ്നേഹിക്കണം, പുസ്തകങ്ങൾ കൂടുതലായി ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് ഒരു ചിത്രം വരണം. അതുപോലെ തന്നെ നമുക്കും അതിനുള്ള താല്പര്യം വർദ്ധിച്ചു വരണം. എങ്കിൽ മാത്രമേ അടുത്ത ഒരു കാലഘട്ടത്തിൽ വായനയെക്കുറിച്ചുള്ള കൂടുതൽ താല്പര്യം നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വായനയുടെ അനുഭൂതി പകർന്നു കൊടുക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം കുട്ടികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് അവരെ എത്തിച്ചേർക്കാനും കഴിയും. അതുകൊണ്ട് ഓർക്കുക, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, പുസ്തകങ്ങളിലൂടെ നമ്മുടെ ജീവിതം വളർത്തുക. ഇത് കുട്ടികൾക്കൊരു മാതൃകയാക്കി കൊടുക്കുക. കുട്ടികളെ പുസ്തകത്തിലേക്ക് കൊണ്ടുവരിക. അവരും കൂടുതൽ വായിക്കട്ടെ, അറിയട്ടെ. പതിനായിരക്കണക്കിന് പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികളായിട്ട് നമ്മുടെ മക്കളെ നമുക്ക് മാറ്റിയെടുക്കാം.